ടി.പി. സെൻകുമാറിനെതിരെ അന്വേഷണത്തിന് ഡി.ജി.പി ഉത്തരവിട്ടു. ആക്രമിക്കപ്പെട്ട നടിക്കെതിരായ പരാമർശത്തിൽ വിമൻ കളക്ടീവ് ഇൻ സിനിമ നൽകിയ പരാതിയിലാണ് നടപടി. ലെസ്ലി ജോൺ വിവരങ്ങൾ നൽകും. ലെസ്ലി, മറ്റു വിവരങ്ങൾ കൂടി. അരുൺ, കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇരയായ പെൺകുട്ടിക്കെതിരെ മോശം പരാമർശം നടത്തി എന്ന വിഷയത്തിലാണ് ഇപ്പോൾ സിനിമയിലെ വനിതാ കൂട്ടായ്മ പ്രവർത്തകരുടെ പരാതിയെ തുടർന്ന് മുൻ ഡി.ജി.പി സെൻകുമാറിനെതിരെ അന്വേഷണത്തിന് ഡി.ജി.പി ലോക്നാഥ് ബെഹ്റ ഉത്തരവിട്ടിരിക്കുന്നത്. എ.ഡി.ജി.പി സന്ധ്യയുടെ മേൽനോട്ടത്തിൽ ഐ.ജി മനോജ് എബ്രഹാം ആയിരിക്കും ഇത് സംബന്ധിച്ച അന്വേഷണം നടത്തുക. ഒരു ഓൺലൈൻ മാസികയ്ക്ക് അഭിമുഖം നൽകുന്ന ഘട്ടത്തിൽ മറ്റൊരു ഫോണിൽ ആക്രമിക്കപ്പെട്ട നടിയെ മോശമായി ചിത്രീകരിക്കുന്ന തരത്തിൽ സംഭാഷണം നടത്തി എന്നുള്ളതാണ് ഈ കേസിലേക്ക് എത്തുവാനുള്ള കാരണമായി പറയുന്നത്. ഇതിനെതിരെയാണ് വനിതാ കൂട്ടായ്മ, സിനിമയിലെ വനിതാ പ്രവർത്തകരുടെ കൂട്ടായ്മ പരാതി നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മുൻ ഡി.ജി.പി സെൻകുമാറിനെതിരെ അന്വേഷണത്തിന് ഡി.ജി.പി ഉത്തരവിട്ടിരിക്കുന്നത്. അരുൺ, ലെസ്ലി, ആരാകും അന്വേഷിക്കുക? ഈ അന്വേഷണത്തിന്റെ പരിധിയിൽ എന്തൊക്കെ കാര്യങ്ങളാകും ഉൾപ്പെടുക? ഇത് സംബന്ധിച്ച് നിലവിൽ ലഭ്യമാണോ വിവരങ്ങൾ? അന്വേഷണ ചുമതല ഐ.ജി മനോജ് എബ്രഹാമിനാണ്. അദ്ദേഹമായിരിക്കും അന്വേഷിക്കുക. ഇതിന്റെ അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുക എ.ഡി.ജി.പി ബി സന്ധ്യയായിരിക്കും. അത്തരത്തിൽ അന്വേഷണ പരിധി ഏതൊക്കെ തലത്തിലേക്കാണ് അന്വേഷണം നീണ്ടുപോകുക എന്നുള്ള കാര്യത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായിരിക്കും ഇത് സംബന്ധിച്ച തീരുമാനമെടുക്കുക. എന്തായാലും ഓൺലൈൻ മാസികയ്ക്ക് ഇന്റർവ്യൂ നൽകുന്ന ഘട്ടത്തിൽ മറ്റൊരു ടെലിഫോണിൽ നടത്തിയ സംഭാഷണവുമായി ബന്ധപ്പെട്ടാണ് ഈ പരാതി ഉയർന്നിരിക്കുന്നത്. ആ സാഹചര്യം സംബന്ധിച്ച വിഷയം അന്വേഷണ ഉദ്യോഗസ്ഥൻ പരിശോധിക്കും. ഒപ്പം മാത്രമല്ല, മതസ്പർദ്ധ വളർത്തുന്നതുമായി ബന്ധപ്പെട്ട അഭിമുഖവുമായി ബന്ധപ്പെട്ട ഓഡിയോ ക്ലിപ്പ് അത് നിലവിൽ തന്നെ കേരള പോലീസിന്റെ പക്കലുണ്ട്. ആ ഓഡിയോ ക്ലിപ്പിന് ഇടയിലാണ് ഇത്തരം ഒരു പരാമർശം ഉണ്ടായത് എന്നാണ് ഇപ്പോൾ പരാതിയിൽ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മതസ്പർദ്ധ വളർത്തുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സ്വീകരിച്ചിരിക്കുന്ന ഓഡിയോ ക്ലിപ്പ് വിശദമായി പരിശോധിച്ച് ഏത് ഘട്ടത്തിലാണ് അദ്ദേഹം ഇത്തരം പരാമർശം നടത്തിയിരിക്കുന്നത്, എന്തൊക്കെ തരത്തിലുള്ള പരാമർശങ്ങളാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യം എല്ലാം തന്നെ ഐ.ജി മനോജ് എബ്രഹാം പരിശോധിക്കും. എന്തായാലും അന്വേഷണ ഉദ്യോഗസ്ഥൻ ഐ.ജി മനോജ് എബ്രഹാം ആണെങ്കിൽ പോലും എ.ഡി.ജി.പി ബി സന്ധ്യയുടെ മേൽനോട്ടത്തിലായിരിക്കും കാര്യങ്ങൾ പുരോഗമിക്കുക. അരുൺ, ലെസ്ലി ജോൺ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.